ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം ഒക്ടോബർ 28 യൂദാ തദ്ദേവസിന്റെ തിരുനാളാണ്. നമ്മൾ പരിശുദ്ധമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ യൂദാ തദ്ദേവസുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്നൊരു ചിന്തയുണ്ട്. കാരണം ഇത് ജൂബിലി വർഷമാണ്, പ്രത്യാശയുടെ ജൂബിലി വർഷം. ഈ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന്റെ ആഹ്വാനം ചെയ്ത് പാപ്പ നൽകിയ ആദ്യത്തെ പ്രബോധനത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യാശയുടെ പൊൻതാരകം പരിശുദ്ധ കന്യാമറിയമാണ്. അതായത് ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം വിട്ടുകളഞ്ഞിട്ട് നമ്മൾ നിരാശയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർക്കുക, നമുക്ക് മുമ്പിൽ നമ്മളെ വഴി നടത്താൻ പ്രത്യാശയുടെ പൊൻതാരകമായ ആ സ്വർണ്ണ നക്ഷത്രമായ പരിശുദ്ധ അമ്മയുണ്ട്. അമ്മ നമ്മളെ വഴി നടത്തും. അമ്മയുടെ പിന്നാലെ പോവുക. അമ്മയുടെ പിന്നാലെ പോകേണ്ടത് ജപമാല ചൊല്ലിക്കൊണ്ട്, ജപമാല മണികൾ ഓരോന്നും ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ പിന്നാലെ ഇങ്ങനെ അടിവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രത്യാശയുടെ വിശുദ്ധരുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തൊട്ടടുത്ത കാര്യം വ്യക്തി വിശുദ്ധ യൗസേപ്പ് പിതാവ് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരാൾ യൂദാ തദ്ദേവസ്. യൂദാ തദ്ദേവസിന്റെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, പരിശുദ്ധ അമ്മയോട് പ്രത്യാശ ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു പ്രാർത്ഥന, എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന എഴുതിയത് ക്ലേവോയിലെ വിശുദ്ധ ബെർണാഡാണ്. വിശുദ്ധ ബെർണാഡ് എഴുതിയ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. ചൊല്ലുന്ന ഇങ്ങനെയാണ്: എത്രയും ദയുള്ള മാതാവ്, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. ഒരുവനെ ഉപേക്ഷിക്കാതെ എത്തില്ല എന്ന പ്രത്യാശയോടുകൂടി ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ഈ എത്രയും ദയുള്ള മാതാവ്. ഈ പ്രാർത്ഥന എഴുതിയ ക്ലേവോയിലെ വിശുദ്ധ ബെർണാഡിന് 12ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ വിശുദ്ധന് ഈശ്വനാഥൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയൊരു നിർദ്ദേശമുണ്ട്. വിശുദ്ധ യൂദാ തദ്ദേവസിനോട് നീ പ്രാർത്ഥിക്കുക, നിന്റെ നിരാശയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. നിരാശയിൽ അടിപ്പെട്ടു പോയ മനുഷ്യർക്ക് നീ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയുടെ പുണ്യവാനെ ഈശോ വിശുദ്ധ ബെർണാഡിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ വിശുദ്ധ ബെർണാഡിൽ നിന്ന് തന്നെ വരുന്ന മനോഹരമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന, പ്രത്യാശ തിളങ്ങി നിൽക്കുന്നൊരു പ്രാർത്ഥന. വിശുദ്ധ ബെർണാഡ് വഴി തന്നെയാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. യൂദാ തദ്ദേവസിനോട് പ്രാർത്ഥിക്കുക, അസാധ്യകാരികളുടെ മധ്യസ്ഥനായി നിന്നെ സഹായിക്കും എന്നുള്ളത്. നമുക്ക് ഈ അസാധ്യകാരികളുടെ മധ്യസ്ഥനായ യൂദാ തദ്ദേവസിന്റെ തിരുനാൾ ആചരിക്കുമ്പോഴും പ്രത്യാശയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജപമാലയെല്ലാം പ്രത്യാശയുടെ ജപമാലയിൽ മുറുകെ പിടിക്കാം. ആവി മരിയ.